എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്ത്യയിൽ എത്ര ജാതികളുണ്ടെന്നറിയാമോ? ജാതി വ്യവസ്ഥ എപ്പോഴാണ് രൂപം കൊണ്ടതെന്നറിയാമോ? ജാതി വ്യവസ്ഥ എങ്ങനെയാണ് വികസിച്ച് വന്നതെന്നറിയാമോ? ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ എത്ര ജാതികളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഔദ്യോഗിക കണക്കൊന്നുമില്ല. 3000-ലേറെ ജാതികളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിലെത്രയോ ഇരട്ടി ഉപജാതികളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ജാതിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 12500 വർഷം പിന്നോട്ട് പോകണം. ഇന്ത്യയിലെ ആദ്യത്തെ നാഗരികതയായ സിന്ധു നദീതട സംസ്കാരം, ആ സംസ്കാരത്തിലെ സാമൂഹിക ഘടന നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ജാതി വ്യവസ്ഥ കാണാൻ സാധിക്കില്ല. അവിടെ വരേണ്യ വിഭാഗവും താഴ്ന്ന വിഭാഗവും എന്നുള്ള നിലയിലുള്ള വിവേചനമുണ്ടായതായി പണ്ഡിതർ കരുതുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ വന്നിട്ടില്ല. എന്തായാലും ജാതി എന്നുള്ള നിലയ്ക്കുള്ള വേർതിരിവിൻ്റെ ഒരു തെളിവുകൾ തീരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വേദകാലഘട്ടമാണ്. അതായത് ഋഗ്വേദിക് കാലഘട്ടവുമുണ്ട്, പിൽക്കാല വേദങ്ങളുടെ കാലഘട്ടവുമുണ്ട്. വേദകാലഘട്ടത്തിൽ ജാതിയുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. വേദിക് ടെക്സ്റ്റുകളിൽ ജാതിയെക്കുറിച്ച് നമുക്ക് തെളിവുകൾ കാണാൻ സാധിക്കില്ല. വേദങ്ങളിൽ പറയുന്ന വിവേചനം എന്നത് വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശ്രേണിയോ അല്ലെങ്കിൽ വിവേചനവുമാണ്. അതാണ് അറിയപ്പെടുന്നത് ചാതുർവർണ്ണ്യം എന്നത്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ 4 സാമൂഹിക വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മണൻ, രജന്യൻ, വൈശ്യൻ, ശൂദ്രൻ. രജന്യനാണ് ക്ഷത്രിയൻ എന്ന് പിന്നീട് വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഭജനം എന്ന് പറയുന്നത് ജാതിപരമായ വിഭജനമായി കണക്കാക്കാൻ സാധിക്കില്ല. ഇതിനെ വർഗ വിഭജനമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഏതൊരു സമൂഹത്തിലും പലതരത്തിലുള്ള സാമൂഹിക വിഭജനം ഉണ്ടാകും. അതെല്ലാം ജാതി എന്ന് ക്വാളിഫൈ ചെയ്യാൻ അർഹമല്ല. ജാതി എന്ന് ഒരു സംവിധാനത്തെ എപ്പോഴാണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ ജാതി എന്താണ്? ജാതിക്ക് 2 പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. ഒന്ന് സ്വജാതി വിവാഹം, ഒരേ ജാതിയിൽ നിന്ന് തന്നെയുള്ള വിവാഹം. രണ്ടാമത്തെ ജാതിയുടെ സവിശേഷത പരമ്പരാഗതമായിട്ട് തൊഴിൽ കൈമാറി വരിക എന്നുള്ളതാണ്. പാരമ്പര്യ തൊഴിൽ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇത് രണ്ടും വേദകാലഘട്ടത്തിൽ ഇല്ല, കാണാൻ സാധിക്കില്ല. വേദകാലഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദകാലഘട്ടത്തിൽ ഒരു സെറ്റിൽഡ് അഗ്രികൾച്ചർ സൊസൈറ്റി അല്ല ഉണ്ടായിരുന്നത്. അവിടെ ഇടയന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. കന്നുകാലികളെ മേയ്ക്കലൊക്കെയായിരുന്നു പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത്. പിന്നീട് ഒരു കാർഷിക സമൂഹത്തിലേക്കുള്ള പരിണാമത്തിൻ്റെ ഘട്ടത്തിലാണ് ജാതി പ്രത്യക്ഷപ്പെടുന്നത്. D.D. കൊസാംബിയെ പോലുള്ള ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ ഗോത്ര വിഭാഗങ്ങൾ, സമൂഹത്തിൽ നിലവിലുള്ള ഗോത്ര വിഭാഗങ്ങൾ അവരുടെ സമൂഹത്തിൽ സ്റ്റാറ്റസ് എന്താണോ അതേ സ്റ്റാറ്റസിൽ തന്നെയാണ് ഈ ജാതി വ്യവസ്ഥയിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടത് എന്നാണ്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ചണ്ടാള, നിസാദ, ഇത് 2 ഗോത്ര വിഭാഗങ്ങളാണ്. ഈ ഗോത്ര വിഭാഗങ്ങൾ ഭക്ഷണം ശേഖരിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഗോത്ര വിഭാഗങ്ങളായിരുന്നു. ജാതി വ്യവസ്ഥയിലും അവരുടെ സ്ഥാനം താഴ്ന്ന നിലയിൽ തന്നെയാണ് തുടർന്നതെന്നുള്ളതാണ്. ജാതി വ്യവസ്ഥ ശക്തിപ്പെടുന്നതും മൂർത്ത സ്വഭാവം കൈവരിക്കുന്നതും 2ാം നാഗരിക വിപ്ലവത്തോടു കൂടിയാണ്. എന്താണ് ഇന്ത്യൻ ചരിത്രത്തിൽ 2ാം നാഗരിക വിപ്ലവം? ഹാരപ്പൻ നാഗരികതയുണ്ടല്ലോ, അതാണ് 1ാം നാഗരിക വിപ്ലവം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നാഗരികത എന്നറിയപ്പെടുന്നത്. 2ാം നാഗരിക വിപ്ലവം നടക്കുന്നത് BC 6ാം നൂറ്റാണ്ടിലാണ്. ഈ കാലഘട്ടത്തിലാണ് മഹാജനപദങ്ങൾ ഉയർന്നു വരുന്നത്. മഗധ ഉൾപ്പെടെയുള്ള മഹാജനപദങ്ങൾ ഉയർന്നു വരുന്നത്. ഈ കാലഘട്ടമാണ് 2ാം നാഗരിക വിപ്ലവം എന്ന് പറയുന്നത്. ജാതിയുടെ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നൊരു ഘട്ടമാണ്. അതായത് വ്യാപനം ഉണ്ടാകുന്നതാണ്. ഒരുപാട് പുതിയ ജാതികൾ ഉണ്ടാകുന്നു. ഈ 2ാം നാഗരിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് മഹാജനപദങ്ങൾ ഉയർന്നു വരുന്നു. അതായത് ചെറിയ ടൗണുകൾ ഉയർന്നു വരുന്നു. ഈ ടൗണുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് കരകൗശല ജാതികൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. ഈ 2ാം നാഗരിക വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടം BC 6ാം നൂറ്റാണ്ട്, അതായത് BC 500 മുതൽ ഗുപ്ത കാലഘട്ടം വരെ, ഗുപ്ത രാജ കാലഘട്ടം വരെ, അതായത് AD ഏകദേശം 4-5 നൂറ്റാണ്ട് വരെ, ഈ ഒരു പീരീഡിലാണ് ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ആശയങ്ങൾ, അതിനെ ന്യായീകരിക്കുന്ന പുസ്തകങ്ങൾ, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെ രൂപം കൊള്ളുന്നതും അതിനെ സംബന്ധിച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു പീരീഡിലാണ്, ഈ ഒരു ലോങ് പീരീഡിലാണ്. അതായത് എല്ലാ അർത്ഥത്തിലും ജാതി ഇന്ത്യൻ സമൂഹത്തിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു, ദൃഢമാക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. ഒരു പുരോഹിത വിഭാഗമായതിനാൽ തന്നെ ബ്രാഹ്മണർക്ക് ജാതി വ്യവസ്ഥയിൽ ഉയർന്ന സ്ഥാനം കൈവന്നു. അതുപോലെ തന്നെ മണ്ണിൽ പണിയെടുക്കുന്നവരായതിനാൽ തന്നെ ശൂദ്രർക്ക് ഏറ്റവും താഴ്ന്ന പദവിയും കൈവന്നു. ചാതുർവർണ്ണ വ്യവസ്ഥയുമായി ജാതിയെ സമീകരിച്ചത് അല്ലെങ്കിൽ വിളക്കിച്ചേർന്നത് ബ്രാഹ്മണരാണ്. ഉത്തരഗംഗാ സമതലത്തിൽ നിന്നും ഉടലെടുത്തുകൊണ്ട്
ജാതിയുടെ ആശയം ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ മുഴുവൻ വ്യാപിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. എന്തായാലും പല സമൂഹങ്ങളിലും നിലനിന്നിരുന്ന തൊഴിൽ വിഭജനങ്ങളെയൊക്കെ ജാതിയായി മാറ്റിത്തീർക്കപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെട്ടു. രണ്ടാം നാഗരിക വിപ്ലവ സമയത്ത് നഗരങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉയർന്നു വന്നൊരു മതമായിരുന്നല്ലോ ബുദ്ധിസം എന്ന് പറയുന്നത്. ജാതിയെ സംബന്ധിച്ച് ബുദ്ധമതത്തിൻ്റെ ഒരു ടേക്ക് എന്തായിരുന്നു? ബുദ്ധമതം ഒരു ജാതി വിരുദ്ധ പ്രസ്ഥാനമൊന്നും ആയിരുന്നില്ല. ബുദ്ധിസ്റ്റുകൾ തത്വത്തിൽ ജാതിയുടെ നിരർത്ഥകതയെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ജാതിയെ എതിർക്കുകയുണ്ടായി. അതേപോലെ തന്നെ പല ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലും ജാതിയെ അനുകൂലിക്കുന്ന കാര്യങ്ങളും കാണാൻ കഴിയും. ബുദ്ധമതത്തിൻ്റെ ഒരടിസ്ഥാന തത്വമായിരുന്നല്ലോ അഹിംസ എന്നത്. ഈ അഹിംസയിലുള്ള ഉറച്ച അല്ലെങ്കിൽ കർക്കശമായ നിലപാട് ഹിംസ നടത്തുന്ന ജാതി വിഭാഗങ്ങളെ മോശമായിട്ട് കാണുന്നതിലേക്ക് നയിക്കുകയുണ്ടായി. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ബുദ്ധമതത്തിന് മൈത്രയുടെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാൻ പറ്റി. പക്ഷേ എത്രത്തോളം ബുദ്ധമതത്തിന് ജാതി വ്യവസ്ഥയെ ഓവർഹോൾ ചെയ്യുന്നതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളത് സംശയം തന്നെ. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഇസ്ലാമിക ഭരണകാലം. ഈ കാലഘട്ടത്തിൽ ജാതിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകർത്താക്കൾ എങ്ങനെയാണ് ജാതിയെ കണ്ടത്, അത് നോക്കാം. ഇസ്ലാമിക പണ്ഡിതർ ബഹുദൈവ ആരാധനയെയും വിഗ്രഹാരാധനയെയും, അത് ഹിന്ദുമതത്തിലെ സവിശേഷതകളാണല്ലോ, അതിനെയൊക്കെ ശക്തമായി എതിർക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ ജാതി വ്യവസ്ഥയെ കാര്യമായി ആരും ചോദ്യം ചെയ്തതേയില്ല. ഇതിനുള്ള കാരണം ചീപ്പ് ലേബർ പ്രൊവൈഡ് ചെയ്യാൻ ഇതിലും മികച്ച സംവിധാനം വേറെയില്ല എന്നതായിരുന്നു. സമൂഹത്തിൽ ബ്രാഹ്മണ മേധാവിത്വം ഇല്ലെങ്കിലും ജാതി നിലനിൽക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതെന്ന് ഒരു പ്രമുഖ ചരിത്രകാരൻ അഭിപ്രായപ്പെടുന്നു. അതേസമയം മധ്യകാലഘട്ടത്തിലാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരായ ഒരു പ്രതിഷേധം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിൽ ഉയർന്നു വരുന്നത്. ഭക്തി പ്രസ്ഥാനത്തിന് പല വഴികളുണ്ടായിരുന്നു. അതിൽ കബീർ ദാസ്, നാംദേവ് തുടങ്ങി താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾ. ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ് ജാതിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ വിവേചനത്തിൻ്റെ അർത്ഥമില്ലായ്മ എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചത്. ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് സത്നാമികൾ, സിഖുകൾ, ലിംഗായതുകൾ തുടങ്ങിയ വിവിധ സെക്റ്റുകൾ ഉയർന്നു വരുന്നത്. ഇക്കാര്യങ്ങൾ നടന്നത് ലേറ്റ് മിഡീവൽ കാലഘട്ടത്തിലാണ്. എന്നാൽ അതിശക്തമായ ജാതി വിരുദ്ധ സമരങ്ങളും ആശയങ്ങളും രൂപം കൊള്ളുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്. ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഈ ലഘു വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.